709/2023 LPST തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിലെ PSC റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മൊത്തത്തിൽ 943 പേരാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത്. ആ വന്ന 943-ൽ 500 പേര് മെയിൻ ലിസ്റ്റിൽ നിന്നും 443 പേര് സപ്ലി ലിസ്റ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിലെ ഡാറ്റ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിം കാറ്റഗറിയാണ് 118, തൊട്ട് താഴെയായിട്ട് EBT 111, പിന്നെ ജനറൽ കാറ്റഗറി ഉണ്ട് 101, EWS 70, അതേപോലെ മറ്റുള്ള കാറ്റഗറി ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സപ്ലൈ കാറ്റഗറിയിൽ നിന്ന്, സപ്ലൈ ലിസ്റ്റിൽ നിന്ന്, അതും മുസ്ലിം കാറ്റഗറി തന്നെയാണ്, 95 പേര്, EBTയിൽ നിന്ന് 108 പേര്. കൂടുതൽ EBTയിൽ നിന്നാണ്, തൊട്ട് താഴെ മുസ്ലിം കാറ്റഗറി. ഇതാണ് വന്ന ടോട്ടൽ ലിസ്റ്റിലെ കാറ്റഗറിയുടെ കണക്കുകൾ. അതിനകത്ത് നമ്മൾ റാങ്കുകൾ പരിശോധിച്ചപ്പോൾ 1-ാം റാങ്ക് കരസ്ഥമാക്കിയത് വിന്ദുജ PM, 2-ാം റാങ്ക് തെരേസ ജോസഫ്, 3-ാം റാങ്ക് അഞ്ജലി സദാനന്ദൻ. അതുകൂടാതെ 4 മുതൽ 10 വരെ സുലുമോൾ, അനറ്റി ഷാജു, ശബരീഷ്, നിമ്മി CJ, സ്നേഹ M, അഞ്ജു ഫ്രാങ്കോ, 10-ാമത് റാങ്കായിട്ട് അശ്വതി KA. ഇവരൊക്കെ അഭിനന്ദിക്കുകയാണ്. അതുകൂടാതെ ലിസ്റ്റിൽ വന്ന കംപ്ലീറ്റ് ടീച്ചേഴ്സിനെയും അഭിനന്ദനം നേരുകയാണ്. മറ്റൊരു കാര്യം, തൃശ്ശൂർ ജില്ലയുടെ കഴിഞ്ഞ വർഷത്തെ അഡ്വൈസ് പോയത് 395 പേരാണ് PSC ലിസ്റ്റിൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അതിൽ 387 പേര് ഓൾറെഡി പോയിട്ടുണ്ട്. കൂടാതെ 8 പേര് ലാസ്റ്റ് പോയതായി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനിയും പോകാനുണ്ടാവാം, പക്ഷെ അതൊന്നും PSC സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ തയ്യാറാക്കിയപ്പോൾ കഴിഞ്ഞ വർഷം 395 പേർക്കാണല്ലോ അഡ്വൈസ് പോയതായി കാണുന്നത്. ആയതിനാൽ ഇപ്രാവശ്യം നമ്മൾ 500 പേരുടെ ലിസ്റ്റ് എടുത്തു. 500 പേരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ഒരു വ്യത്യാസം കണ്ടത്, ഇപ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ നിന്നാണ് കൂടുതൽ പേരും റൊട്ടേഷൻ ചാർട്ടിൽ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിച്ചത്. 463 പേര് മെയിൻ ലിസ്റ്റാണ്. സപ്ലി ലിസ്റ്റിൽ നിന്ന് 37 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. കാറ്റഗറി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം കാറ്റഗറിയാണ് 106, അത് കഴിഞ്ഞാൽ EBT 105, പിന്നെ ജനറൽ കാറ്റഗറി 90, കൂടാതെ EWS 63, അങ്ങനെ മറ്റുള്ള കാറ്റഗറികൾ എല്ലാം ചേർത്തിട്ട് 463 സപ്ലി ലിസ്റ്റിൽ നിന്ന് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. SC 26, LC 9, SCCC 2 പേര്. ഇതിൽ നേരിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നിലവിലുള്ള റൊട്ടേഷൻ ചാർട്ട് വെച്ചിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. എന്തായാലും പിന്നെ നല്ലൊരു മാറ്റം തൃശ്ശൂരിൽ വരണം. അതിനുവേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാ ടീച്ചേഴ്സും ആത്മാർത്ഥമായി പ്രയത്നിക്കുക. സ്കൂളുകളിൽ പോയിട്ട് എന്തൊക്കെയാണോ മറ്റുള്ള പ്രോസസ്സ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുക. ചെയ്തിട്ട് മാക്സിമം അഡ്വൈസ് കൊണ്ടുവരിക, മാക്സിമം വേക്കൻസി ഉണ്ടാക്കുക. ആ വേക്കൻസി ഉണ്ടാക്കുന്നതിലൂടെ തന്നെ മാക്സിമം അഡ്വൈസ് ചെയ്ത് പ്രാവശ്യം ലിസ്റ്റിൽ കയറിയ മുഴുവൻ ആൾക്കാരും അടുത്ത ലിസ്റ്റ് വരുന്നതിന് മുന്നേ ജോലിക്ക് കയറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്.